വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. യേശുവിൻ സ്നേഹിതർ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം. യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം. യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. ജനരഹസ്യത്തിൻ്റെയും പരസ്യജീവിത രഹസ്യത്തിൻ്റെയും പീഡാനുഭവ രഹസ്യത്തിൻ്റെയും കുരിശുമരണ രഹസ്യത്തിൻ്റെയും ഉദ്ധാന രഹസ്യത്തിൻ്റെയും ആഘോഷമാണ് വിശുദ്ധ കുർബാന. ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മളെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയല്ലേ ഇത്? അതല്ലത്. കഴിഞ്ഞുപോയ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയാചരണമല്ല. യഥാർത്ഥത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇതെല്ലാം മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇന്നും അതുപോലെ ഈ അൾത്താരയിൽ സന്നിഹിതമാക്കപ്പെടുന്നു. വേർഡ്സ് ശ്രദ്ധിക്കണം. റിയൽ പ്രസൻസാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയെന്നല്ല. യേശുവിൻ്റെ ജനനവും പീഡാസഹനവും മരണവും ഉദ്ധാനവും എല്ലാം നിത്യമാണ്. അതിന് വിരാമമില്ല. കണ്ടിന്യൂ ചെയ്ത് തുടരുക. അപ്പോൾ എല്ലാ കാലത്തിലുള്ള എല്ലാവർക്കും ഈശോയുടെ രക്ഷാകര ജനരഹസ്യത്തെ പങ്കുചേർന്ന് യേശു ലോകത്തിലേക്ക് വന്ന് എന്തിനാ മനുഷ്യൻ ആ രക്ഷ അനുഭവിക്കാൻ സാധിക്കട്ടെ. അതിൻ്റെ ആ സ്രോതസ്സ് വരുന്നത് അൾത്താരിൽ നിന്നാണ്. ഇന്ന് കേന്ദ്രം ഇതാണ്. ഈ ബലിയുമായുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങൾ നിർത്തുന്നോ അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മതി, പാപത്തിൻ്റെ പിടിയിലാണ്. പിശാചിന് ഗൂഢതന്ത്രമുണ്ട്. നിങ്ങളെ കുമ്പസാരത്തിൽ നിന്നും കുർബാനയിൽ നിന്ന് അകറ്റുക എന്നതാണ് അവൻ്റെ തന്ത്രം. ഇപ്പം നിങ്ങളെപ്പോലെയുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും പിന്നെ പറയുക പാപസ്വഭാവങ്ങളിലൂടെയൊക്കെ ജീവിച്ചാൽ ഒരുപക്ഷെ ഞാൻ ജീവിച്ച രീതിയിലായിരിക്കില്ല ജീവിച്ചിരിക്കുന്നത്. അത്ര മോശമായിരുന്നു എൻ്റെ ജീവിതശൈലി. അപ്പം ആ ജീവിതശൈലിയിൽ നിന്നും വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യൻ ഉരിഞ്ഞു നീക്കപ്പെട്ടു. ക്രിസ്തുവിൽ നിന്ന് ഒരുക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ ധരിക്കപ്പെടുക. ഞാൻ കഴിഞ്ഞ ദിവസം യൂത്ത് പിള്ളേരോട് പറയായിരുന്നു, ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എവാഞ്ചലൈസേഷന് വേണ്ടി 95 ഞാൻ എൻ്റെ നാട് വിട്ടു. എവാഞ്ചലൈസേഷന് വേണ്ടി 21 വയസ്സുള്ളപ്പം ഇറങ്ങി പുറപ്പെട്ടതാണ്. എറണാകുളത്താണ് കുടിയേറിയത്. ഞാൻ കൊല്ലമാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ കോതമംഗലത്ത് നെല്ലിമറ്റം എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ നാട്ടിൽ 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോയാൽ. അപ്പോൾ ആൾക്കാരുടെ വിചാരം മുൻ പറഞ്ഞിരിക്കുന്നത് റോസമ്മയുടെ 2ാമത്തെ അച്ഛനാകാൻ പോയിരിക്കുക എന്നാണ്, പുരോഗതിനാകാൻ പോയിരിക്കുക. അവർക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റപ്പെട്ടത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ആ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ റോഡിലിറങ്ങി ഞാൻ നടക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങൾ ചായ കുടിക്കുന്ന ഒരു ചായക്കടയുണ്ട്. ഒരു 5 പത്രം ഞാൻ രാവിലെ വായിക്കായിരുന്നു. ഇച്ചിരി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പം അവിടെ കുറേ കമ്പനിക്കാർ ചേട്ടന്മാരുണ്ട്, പ്രായമായ അപ്പച്ചന്മാരാണ്. അവർ ചീട്ട് വിളിക്കൊന്നും പോകാൻ നല്ല ആരോഗ്യമൊന്നുമില്ല, ചീട്ട് കളിക്കും. വേറെ ഫ്രീ ആയിട്ട് പൈസയൊന്നും വെച്ചല്ല കളിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയിരിക്കും. അവർക്ക് മുറുക്കാനൊക്കെ ബീഡിയൊക്കെ മേടിച്ചു കൊടുക്കും. വൈകുന്നേരങ്ങളിൽ ഒരു ചാരായം മേടിക്കാൻ പോകുമ്പം ചാരായം കുടിക്കാൻ വേണ്ടി പോകും. 5 രൂപ മക്കൾ കൊടുക്കും. ഞാൻ 5 രൂപയാണ് ഒരു ഗ്ലാസ് ചാരായം. ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞാൻ 2 രൂപയ്ക്ക് വിൽക്കുമായിരുന്നു. ഇത് വലിയ കച്ചവടക്കാരന്മാർ അവിടെ ഇവിടെയും പാത്തു വെച്ചിരിക്കുന്നത് ഞാനത് ഒളിച്ചുകൊണ്ട് കട്ടെടുത്തോണ്ട് വരും. അവർക്കറിയത്തില്ല ഇഷ്ടം ബൾക്കായിട്ട് സാധനങ്ങൾ പല സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ എത്ര കുപ്പി വെച്ചെന്നോ അവർക്കൊന്നും ഒരു ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ട്യൂഷനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കി സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ കാണാതെ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വരും, ഒളിപ്പിച്ച് വെച്ചിരിക്കും. എന്നിട്ട് ഈ ചേട്ടന്മാർക്ക് കൊടുക്കും. അവർക്ക് 2 രൂപയ്ക്ക് വിൽക്കും. അവർ 5 രൂപയ്ക്കാണ് പുറത്ത് മേടിക്കുന്നത്. എൻ്റെ അടുത്ത് 2 രൂപയ്ക്ക് കിട്ടും. ഈ ദോശയൊക്കെ മേടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള കമ്പനിക്കാർ ചേട്ടന്മാർ കുറേ പ്രായമുള്ള അപ്പച്ചന്മാരുണ്ട്. ഞാനവിടെ ആദ്യമായിട്ട് അവിടെ എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ച ആടെയാണ്. ധ്യാനമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നവീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടയിൽ ഞാൻ അങ്ങനെ എൻ്റെ നാട്ടിലൊരു 2 ദിവസം നിൽക്കാനിടയായി. നമ്മുടെ കവലയിൽ വന്നപ്പോഴത്തേക്കും എന്നെ കണ്ടപാടെ മുറുക്കാനൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ തുപ്പിക്കളഞ്ഞ് വെള്ളം മേടിച്ച് കഴുകിയിട്ട് നിൽക്കുക. മുണ്ടൊക്കെ മടക്കി കുത്തിയ ചേട്ടന്മാരൊക്കെ അതൊക്കെ താത്തിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ദൈവമേ, ഇതിനു വേണ്ടി എനിക്കെന്നെ ഉള്ള ഒന്നുമില്ല. എന്തോ ഒരു
സ്നേഹം, ഒരു ബഹുമാനം എന്നോടൊരു പ്രകടമാക്കുകയാണ്. എൻ്റെ കൈക്ക് പിടിക്കാനും എൻ്റെ തോളത്ത് തട്ടാനും എന്നോട് സംസാരിക്കാനും എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഒരു രീതി. ഞാൻ എന്നെ ഇത് ഉയർത്തിയല്ല, പക്ഷെ ഞാൻ പറയുന്നത് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാനയിലൂടെയാണ് എനിക്ക് ഇന്നും നിലനിൽക്കാൻ പറ്റുന്നത്. ഇന്നും കുർബാനയില്ലാത്തൊരു ജീവിതമില്ല. മക്കളെയും കൊണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്കും, എല്ലാ ദിവസവും ഈ പിള്ളേരെയും കൊണ്ട് കുർബാനയ്ക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അതായത് ഞാൻ മനസ്സിലാക്കിയത് ആധ്യാത്മിക ജീവിതം പുഷ്ടി പിടിച്ചത്, ദൈവവുമായുള്ള ബന്ധത്തിൽ വളരാനിടയായത് കുർബാനയാണെങ്കിൽ എൻ്റെ മക്കളെ ഈ വിശ്വാസമേ ഞാൻ പഠിപ്പിച്ചേ പറ്റൂ. വിശ്വാസം കൈമാറുന്നത് മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആമുഖം പറഞ്ഞു നിർത്തിയാണ്, വിഷയത്തിലേക്ക് വരാം. നമ്മൾ ബലിയർപ്പിക്കാൻ ദേവാലയത്തിലേക്ക്, ദേവാലയത്തിൻ്റെ ഘടന പെട്ടെന്ന് പറയാം കേട്ടോ. ദൈവം വസിക്കുന്ന ആലയം, അവിടെ ദൈവമുണ്ട്. എങ്ങനെ അറിയാം ദൈവമുണ്ടെന്ന്? സക്രാരി ഉണ്ട്, സക്രാരിക്കുള്ളിൽ ഈശോ ഉണ്ട്, ഈശോ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പുറത്ത് കത്തുന്ന ഒരു വിളക്ക്. ഇന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പലതരത്തിലുള്ള കളർ, മഞ്ഞയോ പച്ചയോ വെള്ള കളറിലോ ലൈറ്റ്, ചുവപ്പ് കളർ ലൈറ്റ് സക്രാരിയുടെ അടുത്ത് പ്രകാശിപ്പിക്കുക, LED ഒക്കെ വെച്ച്. പ്രകാശം ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുക. ദൈവം അവിടെയുണ്ട്. അപ്പോൾ ദൈവമുണ്ട്. ദൈവമുള്ള സ്ഥലം സ്വർഗമാണ്. സ്വർഗമാണെങ്കിൽ അവിടെ ദൈവമാതാവും വിശുദ്ധരും മാലാഹമാരും ഉണ്ട്. അവരൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അതിനെ ഈ ഛായാചിത്രങ്ങളും തിരുസ്വരൂപങ്ങളും വെച്ചിരിക്കുന്നത്. നമ്മളൊരു ഹൈവേയിൽ യാത്ര ചെയ്യണം, ഒരു എക്സ്പ്രസ് ഹൈവേ ആയിക്കട്ടെ, 25 കിലോമീറ്റർ കഴിയുമ്പോഴത്തെ എക്സസ്റ്റ് ഒക്കെ കിട്ടുന്നത് ഒരു വഴിയൊക്കെ ഉണ്ടാകും. പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കണം. റെസ്റ്റോറൻറ്റ് തപ്പുക. എങ്ങനെ തപ്പും? സൈൻ ബോർഡുകളെ നോക്കത്തുള്ളൂ നമ്മൾ. റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് നോക്കാന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ATM അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, സൈൻ ബോർഡ് നോക്കും. സൈൻ ബോർഡിന് അടയാളം എന്താണ്? അടയാളം ഒരു ഭക്ഷണശാലയുണ്ടെന്നതിനുള്ള അടയാളം എന്താണ്? റെസ്റ്റോറൻറ്റിന് അടയാളം ആ ഒരു സ്പൂണും ഫോർക്കും. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ അർത്ഥം? റെസ്റ്റോറൻ്റ് അടുത്തുണ്ട്, പോകുന്ന വഴി റെസ്റ്റോറൻ്റ് എന്ന് ഉറപ്പ്. ഒരു ഹോസ്പിറ്റലുണ്ടെന്നതിന് അടയാളം ഒരു ബെഡ്, ഒരു കുരിശ്, ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഒരു ATM കൗണ്ടറുണ്ട്, അല്ലെങ്കിൽ പെട്രോൾ നിറയ്ക്കുന്ന ഒരു സ്റ്റേഷനുണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ അല്ലേ, ആ മിഷൻ്റെ ഒരു എംബ്ലം, ഒരു പടം വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്. ഈ കണ്ട സിമ്പിളാണോ റെസ്റ്റോറൻറ്റ്? സ്പൂണും പോർക്കുവാണോ റെസ്റ്റോറൻറ്റ്? അല്ല. പിന്നെ എന്താണ്? അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ ചിത്രം വിരൽ ചൂണ്ടുക നിന്നെ. മാലാഹയുള്ള സ്ഥലമാട്ടോ ഇത്, മാതാവ് നിൽക്കുന്ന സ്ഥലമാട്ടോ ഇത്, ദൈവം വസിക്കുന്ന സ്ഥലമായിട്ടാ ചൂണ്ടിക്കാണിക്കുക. ഇത് വിഗ്രഹാരാധനയല്ല. പണ്ട് നമ്മുടെ പൂർവികർ എത്ര മനോഹരമായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നത് തരം താഴ്ന്ന വാക്കാട്ടോ. ചിന്തിക്കല്ലേ മക്കളെ അങ്ങനെ? മക്കളെ നമ്മൾ വിരൽ ചൂണ്ടുക അതിലേക്ക്. അപ്പം നമ്മൾ സ്വർഗത്തിന് മുമ്പിലാണ് നിൽക്കുക. അതാണ് കൈകോപ്പ് പിടിച്ചു പോകുക. നമ്മൾ കുഞ്ഞുനാൾ എവിടെയാണ് നിൽക്കുക? ബലിപീഠത്തിന് മുമ്പിലാണ്. വല്ല നാണക്കേട് വല്ലതും ഉണ്ടോ? ഒരു നാണക്കേടും ഇല്ല. കുഞ്ഞുമറിയാമൻ തോമാച്ചന് ഏറ്റവും മുമ്പിൽ കൈകോപ്പ് പിടിച്ച് നിൽക്കും. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നെറ്റൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കൊച്ചു തുണി വീട്ടിൽ നിന്ന് ഇടിയുണ്ടാക്കി ചേച്ചിയുടെ ചവിട്ടും കൊടുത്തിട്ടാണ് മേടിച്ച് തലക്കിട്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെയും കണ്ടിട്ടുണ്ടേ. മൂത്തോളൊക്കെ നല്ല പടന്ന് 4 എണ്ണം കൊടുത്തിട്ട് ഇളയവള് ചേച്ചിയുടെ തലയിൽ കിടക്കുന്ന തുണി വലിച്ചെടുത്തോണ്ട് പോയി എൻ്റെ അടുത്ത് അപ്പം ഒന്ന് മുറുക്കി കെട്ടിത്തരാം, ഊരി പോകാതിരിക്കാൻ വേണ്ടി. തലയിൽ നല്ല നെറ്റൊക്കെ കെട്ടി മിടുക്കിയായിട്ട് ഏറ്റവും മുമ്പേ കൈകോപ്പ് പിടിച്ചിരിക്കും. 1ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സിലെത്തുമ്പോഴോ 1ാം ക്ലാസ്സുകാരൻ്റെ പുറകിലായി. 10ാം ക്ലാസ്സിലെത്തുമ്പോഴോ 9ാം ക്ലാസ്സുകാരൻ്റെ പുറകിലായി. 12ാം ക്ലാസ്സിലെത്തുമ്പോഴോ 11ാം ക്ലാസ്സുകാരൻ്റെ പുറകിലായി. 12ാം ക്ലാസ് പാസ് ഔട്ടായി. പള്ളിപ്പുറത്തുകാരനായി. പള്ളിക്ക് പുറത്ത്. കുഞ്ഞുമറിയാമ്മമാർ പള്ളിക്കകത്ത് നിൽക്കും കേട്ടാ. പക്ഷേ മുമ്പിലൊന്നും നിൽക്കത്തില്ല. സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് മറവിലൊക്കെ നിൽക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ്റെ ഇത് നഷ്ടപ്പെട്ടു? അതുകൊണ്ട് പള്ളിക്ക് പുറത്ത് പല സ്ഥലത്തും കൈകെട്ടി കാഴ്ചക്കാരനായിട്ട് നിൽക്കുക. അപ്പം അങ്ങനെയല്ല. നമ്മൾ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ പരിശീലിക്കണം. വിശ്വാസം പ്രദർശിപ്പിക്കുന്നത് അങ്ങനെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. മുമ്പിലേക്ക് വന്നേക്കണം. സഭാപ്രസംഗൻ്റെ പുസ്തകം 5ാം അധ്യായം 1ാം വാക്യത്തിൽ പറയുന്നു, നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെന്ന് നിൽക്കുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ശ്രദ്ധിച്ചേക്കാൻ അവിടെ നിൽക്കണം. അടുത്ത് വന്ന് നിൽക്കുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാരറിയുന്നത്. എന്താ തിന്മയെന്ന് പറഞ്ഞാൽ? നന്മ ചെയ്യാത്തതാണ് തിന്മയെന്ന് പറയുന്നത്. അതായത് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് തിന്മ അഥവാ പാപം എന്ന് പറയുന്നത്. അപ്പം മുമ്പിൽ നിൽക്കണമെന്നും കൈകൂപ്പിടിച്ചിരിക്കണമെന്നും ഭക്തിയാദരോടെ നിൽക്കണമെന്നൊക്കെ നമുക്കറിയാമായിരുന്നിട്ടും നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വന്ന് സൗകര്യമുള്ളതുപോലെ നിന്ന് പോകുന്നത് അത് കർത്താവിനോടുള്ള
എന്താ പറയുക, അനാദരവാണ്. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ ബലിപീഠത്തെക്കുറിച്ച് ഞാൻ പറയുക. അപ്പം നമ്മുടെ കുർബാനയിലെ ദേവാലയ മദ്ബഹയിലെ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും അറിഞ്ഞൂടാത്ത ലാറ്റിൻ മലബാറുകാരെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ദേവാലയത്തിൽ പോയി പൗരസ്ത്യ ആരാധനക്രമം അനുസരിച്ച് അന്ത്യോക്യൻ പാരമ്പര്യം അനുസരിച്ച് കുർബാനക്രമത്തിലാണ് കുർബാനക്രമമുള്ളവരാണ്. അന്ത്യോക്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ കുർബാനക്രമം അനുസരിച്ച് മധുബഹയിൽ വേദികൾ, ബലിപീഠമുണ്ട്. അതുപോലെ തന്നെ അതിന് മുന്നോടി ആദ്യത്തെ ശുശ്രൂഷ എടുക്കുന്നത് ത്രോണോസാണ്. ത്രോണോസിന് പുരോഹിതൻ ധൂപിക്കുന്നതാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ ത്രോണോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിശിഹ പിറന്നു വീണ ബത്ലഹേമിലെ പുൽത്തൊട്ടിയാണ്, പുൽത്തൊഴുത്ത്. ഇനി ബലിപീഠത്തെക്കുറിച്ച് പറയുകയാണ്. 5 പ്രതീകങ്ങൾ. അത് എല്ലാ റീത്തുകാർക്കും അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകൾക്കെല്ലാം ഈക്വലാണ്. ശ്രദ്ധിക്കാം, ബലിപീഠത്തിൻ്റെ പ്രാധാന്യം പറയാം. 5 പ്രതീകങ്ങൾ: സ്വർഗീയ സിംഹാസനം, സ്വർഗീയ വിരുന്നുമേശ, ഈശോയുടെ ശരീരം അർപ്പിക്കപ്പെട്ട കുരിശാകുന്ന യാഗപീഠം, ഈശോയെ അടക്കം ചെയ്ത കല്ലറ അഥവാ കബറിടം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രതീകം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ: സ്വർഗീയ സിംഹാസനം, സ്വർഗീയ വിരുന്നുമേശ, ഈശോയുടെ ശരീരം അർപ്പിക്കപ്പെട്ട കുരിശാകുന്ന യാഗപീഠം. അതുകൊണ്ടാണ് ഒരു കുരിശ് രൂപം ബലിപീഠത്തിൽ വെച്ചിരിക്കുന്നത്. ബലിപീഠം ഈശോയുടെ ശരീരം അർപ്പിക്കപ്പെട്ട കുരിശാകുന്ന യാഗപീഠമാണ്. 4ാമത്തെ പ്രതീകം ഈശോയെ അടക്കം ചെയ്ത കബറിടം. 5ാമത്തെ പ്രതീകം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് അൾത്താര. അതുകൊണ്ട് ബലിപീഠത്തിൽ ഒഴിച്ചിട്ടിരിക്കും, ഒരു വെള്ള വിരിയൊക്കെ ഇട്ടിരിക്കും. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രതീകം. പൂക്കളം തിരിയൊന്നും വയ്ക്കാൻ പോയി. ഇവിടെ വെച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റിയ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ അങ്ങനെ തന്നെയായിരിക്കും. ബലിപീഠത്തിൽ ഒന്നും വയ്ക്കാൻ പാടില്ല. വാസ്തവത്തിൽ ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബലിവസ്തുക്കളല്ലാതെ വേറെ ഒന്നും പാടില്ല. അത്രയ്ക്ക് ടെക്നോളജി വർദ്ധിച്ചാൽ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. മൈക്ക് സ്റ്റാൻഡില്ല, അങ്ങനെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കോഡ്ലെസ് മൈക്ക ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അത്രയും പൗത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അത്രയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മൈക്ക് സ്റ്റാൻഡൊക്കെ വെക്കുന്നുണ്ട്. അതൊന്ന് ഒരു തെറ്റായിട്ട് കണക്കാക്കരുത്. ഇനി ബലിപീഠത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഈശോയുടെ കുരിശാകുന്ന യാഗപീഠം, ഈശോ അടക്കം ചെയ്ത കല്ലറ, ഉയർത്തെഴുന്നേറ്റ മിശിഹ, സ്വർഗീയ സിംഹാസനം, സ്വർഗീയ വിരുന്നുമേശ. കഴിഞ്ഞു. അപ്പം ബലിപീഠം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബലിയർപ്പിക്കുന്നത് ആരാ? ഈശോയാണ്. ഈ അൾത്താരയിലെ ബലിയർപ്പകനും ബലിപീഠവും ബലിമൃഗവും എല്ലാം ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ ആണ് എന്നാൽ അപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ലോഹയ്ക്ക് മുകളിൽ ആദ്യം ധരിക്കുന്ന വസ്ത്രത്തെ കൊത്തീന എന്നാണ് പറയുക. മിശിഹായുടെ പുറങ്കുപ്പായത്തിന് സുറിയാനി ഭാഷയുള്ള പേരാണ് കൊത്തീന. കൊത്തീന ധരിക്കുന്ന പുരോഹിതൻ മിശിഹായെ ധരിക്കുന്നു. ലത്തീൻ ക്രമം അനുസരിച്ച് ഇത് ആൽബ് എന്നാണ് പറയുക. മിശിഹായെ പുരോഹിതൻ ധരിക്കുന്നു. നിഷ്കളങ്കമായ ജീവിതത്തിൻ്റെയും ആത്മീയമായ സന്തോഷത്തെ പ്രതീകമാണ്. കുപ്പായം മുട്ടനായതുകൊണ്ടല്ല, അരയിൽ ഒരു നാട കൊണ്ടല്ലെങ്കിൽ ചരട് കൊണ്ട് ബന്ധിക്കും. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിന് മുമ്പ് കുർബാന സ്ഥാപിക്കുന്ന ഈശോ ചെയ്ത എന്താണ്? അരയിൽ ഒരു കച്ച കെട്ടി. ആരെപ്പോലെയായി? ദാസനായി. പുരോഹിതൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ശുശ്രൂഷ പൗരോഹിത്യമാണ്. മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് പറയുക. ശുശ്രൂഷ പൗരോഹിത്യം. പുരോഹിതൻ സേവകനാണ്, ദാസനാകിയാണ്. സേവന സന്നദ്ധത, അതീവ ജാഗ്രത, വിശുദ്ധിയുടെ അടയാളം. അരക്കെട്ടിന് പേര് പറഞ്ഞോ? സുനാറ എന്നാണ് പറയുക. സുറിയാനി പദമാണ്. ലത്തീൻ ക്രമം അനുസരിച്ച് പറയുന്നത് സ്വിങ്ചർ എന്നാണ് പറയുന്നത്. സ്വിങ്ചർ എന്നാണ് പറയുന്നത്. അപ്പം അരക്കെട്ട് സേവന സന്നദ്ധത, അതീവ ജാഗ്രത, വിശുദ്ധിയുടെ അടയാളം. കഴുത്തിൽ ധരിക്കുന്ന വസ്ത്രത്തെ സ്റ്റോൾ എന്ന് പറയാം. ഉറാറ എന്ന സുറിയാനി പദം. ഒരു പുരോഹിതൻ ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൻ്റെ അടയാളമാണ്. ദൈവമഹത്വത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ സ്വയം ധന്യമാക്കുവാനുള്ള ആഹ്വാനം ഈ വസ്ത്രം നൽകുന്നു. ഏറ്റവും പുറമേ അണിയുന്ന വസ്ത്രത്തെ കാപ്പ എന്ന് പറയും. നീതിയുടെ വസ്ത്രമാണ്. പുരോഹിതൻ്റെ ഇടയധർമ്മത്തെ സൂചിപ്പിക്കുന്നു. ചോസിബിൾ എന്നാണ് ലത്തീൻ ക്രമം അനുസരിച്ച് ഇതിന് പറയുന്നത് കേട്ടോ. പുറങ്കുപ്പായത്തിന് ഏറ്റവും പുറമേ അണിയുന്ന വസ്ത്രത്തിന് ലത്തീൻ ക്രമം അനുസരിച്ച് ചോസിബിൾ എന്നാണ് പറയുന്നത്. സുറിയാനി പദം അനുസരിച്ച് കാപ്പ, അതുപോലെ പൈന. നീതിയുടെ വസ്ത്രമാണ്. പുരോഹിതൻ്റെ ഇടയധർമ്മത്തെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല പുരോഹിതൻ സർവ്വ ഗുണഗണങ്ങളുടെ നികേതമാണെന്ന് വിളിച്ചറിയിക്കുന്നു. ചുരുക്കി പറഞ്ഞ തിരുവസ്ത്രം അണിഞ്ഞ് മധുവയിൽ പ്രവേശിക്കുന്ന ആരാന്നറിയാമോ? ഈശോ തന്നെയാണ്. ഈശോയാണ് പുരോഹിതൻ. ഈശോ തന്നെയാണ്. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുകയാണ്. ഈശോ കുർബാന സ്ഥാപിക്കുന്ന സ്ഥാപന വാക്യങ്ങളാണ്. കുർബാന എന്ന കൂദാശ സ്ഥാപിക്കണം. പൗരോഹിത്യം എന്ന കൂദാശയും കുർബാന എന്ന കൂദാശയും സ്ഥാപിച്ചത് അന്ത്യത്താഴ വേളയിലാണ്. ആ വചനങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ അവൻ അപ്പമെടുത്തു, കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശു ചെയ്ത പ്രവൃത്തി ചെയ്യണം. ആര് ചെയ്യണം? അപ്പോസ്തലന്മാരെയാണ് ഏൽപ്പിച്ചത്. അപ്പോസ്തലന്മാർ ആരുടെ പ്രവൃത്തിയാണ് പിന്നീട് ചെയ്യുന്നത്? യേശുവിൻ്റെ പ്രവൃത്തി. ആരുടെ വാക്കാണ് ഉച്ചരിക്കുന്നത്? യേശുവിൻ്റെ വാക്ക്. യേശു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെബ്രായ ലേഖനത്തിൽ 5 മുതൽ 10 വരെ അധ്യായങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. യേശു മെൽക്കിസെദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും നിത്യപുരോഹിതനാണ്.
നിത്യപുരോഹിതനാണ്. അപ്പം നിത്യപുരോഹിതനായ ക്രിസ്തുവാണ് അപ്പം എടുത്ത് വാട്ടി മുറിച്ചത്. അങ്ങനെയെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യാൻ ഏൽപ്പിച്ചതാരെ? അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ ആരുടെ പ്രവൃത്തി ചെയ്യുന്നു? യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. യേശു ആരാണ്? യേശു നിത്യപുരോഹിതനാണ്. അപ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ തുടർച്ച അപ്പോസ്തലന്മാരിലാണ്. അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. മെത്രാന്മാരുടെ കൈവപ്പ് വഴി ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഇന്ന് തുടരുന്നത് വൈദികരിലൂടെയാണ്. മനസ്സിലായി? മെത്രാന്മാർ പ്രാദേശിക സഭയുടെ ദൃശ്യ തലവന്മാരാണ്. അവർക്ക് തൻ്റെ കൂട്ടായ്മയിൽ എന്ന് പറയുന്നത് ഇടയൻ്റെ വകയാണ് ഇടവക. ഇടവകയിൽ എത്താൻ പറ്റത്തില്ല. എല്ലാ ഇടവകയിലും എല്ലാം മെത്രാന്മാർക്ക് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി, കുദാശ നിർവഹണത്തിന് വേണ്ടി യേശു ഭരമേൽപ്പിച്ച പൗരോഹിത്യ ശുശ്രൂഷ അപ്പോസ്തോലിക കൈവപ്പ് വഴി ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് നടുവിൽ അനേക പ്രാർത്ഥനകളുണ്ട്. ആ ശുശ്രൂഷ നടുവിൽ പുരോഹിത ശ്രേഷ്ഠൻ ആരാ? മെത്രാൻ, അതായത് അപ്പോസ്തലൻ കൈവയ്ക്കും, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ ഇൻവൈറ്റ് ചെയ്യും, പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ ആ കൈവച്ച് പരിശുദ്ധാത്മ ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ആൾ മാറിപ്പോയി. ഡീക്കൻ ആരായി? പുരോഹിതനായി. പിന്നെ ഈ അൾത്താരിൽ വന്ന് ബലിയർപ്പിക്കുക, ഈശോ ബലിയർപ്പിക്കുക, കുമ്പസാരക്കൂട്ടിയിരിക്കുക, പാവം മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുമ്പസാരക്കൂട്ടിയിരിക്കുന്ന ആരാ? ഈശോ തന്നെയാണ്. നിങ്ങളുടെ ഇടവക വികാരി അച്ഛൻ്റെ മുറിയുടെ വാതിൽ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ 5 അക്ഷരങ്ങളാണ്. VICAR, വിക്കാർ. ഇതൊരു പോർച്ചുഗീസ് വേർഡാണ്. അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് കേട്ടോ. ഈ വാക്കിന് അർത്ഥം എന്നറിയാമോ? പ്രതിനിധി അഥവാ പകരക്കാരൻ. 1.5 പേജ് ഇരിക്കണം. സമയത്തിന് കുറവുണ്ട്. 2 വാക്കിൽ ഒതുക്കി. പ്രതിനിധി അഥവാ പകരക്കാരൻ. ആരുടെ പകരക്കാരൻ? മെത്രാൻ്റെ പകരക്കാരനാണ് പുരോഹിതൻ. മെത്രാൻ ആരാണ്? അപ്പോസ്തലൻ. അപ്പോസ്തലൻ്റെ പൗരോഹിത്യം ആരുടെ പൗരോഹിത്യമാണ്? മിശിഹായുടെ പൗരോഹിത്യം. അപ്പോൾ ഈ വൈദികൻ്റെ പൗരോഹിത്യമോ? യേശുവിൻ്റെ പൗരോഹിത്യം. അപ്പോൾ ബലിയർപ്പിക്കുന്ന ആരാ? ഈശോ തന്നെ. ആരാ കുമ്പസാരക്കൂട്ടിയിരിക്കുന്നത്? ഈശോ തന്നെ. അപ്പോൾ കുമ്പസാരം പുരോഹിതൻ്റെ അടുത്ത് നേരിട്ട് നടത്താൻ പറഞ്ഞാൽ അത് പിശാചാണ്. ഇതിൻ്റെ ആരായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിശാചിൻ്റെ ആരാധകർ, നിരീശ്വരവാദികൾ. അവരായിരുന്നു ഇത് അണിനിരന്നത്. ശക്തമായിട്ട് പ്രവർത്തിച്ചു. കുമ്പസാരത്തിൽ നിന്ന് വിശ്വാസികൾ അകറ്റാൻ ശ്രമിച്ചു. ഒട്ടനവധി യുവാക്കന്മാരും നല്ല മനുഷ്യരായി ജീവിച്ചിരുന്നവരൊക്കെ അച്ഛന്മാർക്ക് കുമ്പസാരിക്കണമെന്ന് പറയാം. മോശമായിട്ട് ചിത്രീകരിച്ചു. പിശാചിന് തന്ത്രമായിരുന്നു. നിങ്ങളൊരിക്കലും അത്തരം അബദ്ധ സിദ്ധാന്തങ്ങളുടെ പുറകെ പോകരുതും. നവയുഗം മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഇത്തരം വാദവതികൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുതും, വിശ്വസിക്കരുതും. പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ്. നിങ്ങൾ തിരിച്ചറിയുക. അതിനെ അവഹേളിക്കാനും നിന്ദിക്കാനും ലോകം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി. മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സന്യസ്ത സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എഞ്ചിനീയറിംഗ് പഠിച്ചത് ഒത്തിരി പരാജയങ്ങളിലൂടെ പോയൊരു എഞ്ചിനീയറിംഗ് ചരിത്രമാണ് എനിക്കുണ്ടായത്. അതായത് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ് ഞാൻ ശരിക്കും 7 വർഷം കൊണ്ടാണ് പഠിച്ച് പൂർത്തിയാക്കിയത്. അപ്പം അതെന്നെ ഒത്തിരി ഈ പരാജയങ്ങളുടെ ദുഃഖവും വേദനയും, കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ജൂനിയേഴ്സിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കണമായിരുന്നു. അതായത് നാട്ടിലുള്ള പോലെ 4 വർഷം പഠിച്ച് എങ്ങനെയും പഠിച്ചിറങ്ങി പിന്നീട് എക്സാം എഴുതിയെടുക്കുന്നൊരു രീതിയല്ല അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് പരീക്ഷയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയർ പിള്ളേരുടെ ഒപ്പം ഇരുന്ന് വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് പാസ്സായി അങ്ങനെ വേണമായിരുന്നു വരാൻ. അങ്ങനെ 7 വർഷം എടുത്തു ശരിക്കും ഞാനത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ 7 വർഷം കഴിഞ്ഞ് ഞാൻ ശരിക്കും തകർന്ന്, അതായത് 7 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാം. ഇപ്പം തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് പോലും ജോലിയില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പം 7 വർഷം കൊണ്ട് പഠിച്ച് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് മാനസികമായിട്ടും പിന്നെ അറിവിൻ്റെ മേഖലയിലാണെങ്കിലും എല്ലാം തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു ചിന്തയിലും വരികയും നാട്ടിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും അപ്പനും അമ്മയിൽ നിന്നും ഒക്കെ എല്ലാ രീതിയിൽ നിന്നും എനിക്ക് എന്താ പറയുക, യു ആർ യൂസ്ലെസ് എന്നുള്ള രീതിയിലേക്കൊരു ചിന്തയാണ് എനിക്ക് മനസ്സിൽ കിട്ടിയത്. അങ്ങനെ ഞാൻ ശരിക്കും ആത്മഹത്യ ചെയ്താലോ ഇനി വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. അപ്പോഴും എനിക്ക് കുറച്ച് പേപ്പറുകൾ എഴുതിയെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്ത് മരിക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എബൈഡിൻ്റെ ഒരു പോസ്റ്റർ അമ്മ കാണാനിടയായതും അമ്മ എന്നെ നിർബന്ധിച്ച്, ഞാൻ മരിക്കാൻ പോണ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞില്ല, പക്ഷേ
എന്നെ അമ്മ നിർബന്ധിച്ച് ഈ ശുശ്രൂഷയിലേക്ക് അമ്മ പറഞ്ഞയക്കുകയും ചെയ്തത്. ആദ്യത്തെ ദിവസം എനിക്ക് പ്രത്യേകിച്ച് വലിയ ദൈവാനുഭവമൊന്നും ഉണ്ടായില്ല. കാരണം കഠിന ദുഃഖത്തിലായിരുന്നു. എല്ലാം തീർന്നു, ഇനി രക്ഷയില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ രണ്ടാം ദിവസം തൊട്ട് എനിക്കറിയത്തില്ല, ഞാൻ ആവിയായ പോലെ എൻ്റെ ദുഃഖങ്ങളൊക്കെ മറന്ന പോലെ ഞാൻ ശരിക്കും പറന്ന് നടക്കുന്നൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം എനിക്കറിയില്ല, ഈശോയുടെ സ്നേഹം എന്നെ കീഴ്പ്പെടുത്തി. എനിക്ക് ഭാവിയെക്കുറിച്ചുള്ളൊരു ടെൻഷൻ ഉണ്ടായില്ല. ഇനി എങ്ങനെയാണ് എന്നല്ല, എനിക്ക് ഈശോയുടെ ഒപ്പം ഈശോയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു അടക്കി പിടിക്കാൻ പറ്റാത്തൊരു ദാഹം അല്ലെങ്കിൽ ഒരു തീ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെന്നെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ധ്യാനം പോലെ, അബൈഡിൻ്റെ ഒരു ഫോളോ അപ്പ് ധ്യാനം പോലെ അബൈഡ് ഇൻ്റർസെഷൻ റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു ധ്യാനം വന്നു. ആ ധ്യാനത്തിലൂടെയാണ് ശരിക്കും അബൈഡ് മിനിസ്ട്രിയുടെ ഒരു ഫോർമേഷൻ വന്നത്. അബൈഡ് മിനിസ്ട്രി ഒരു മിനിസ്ട്രി പോലെ യൂത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയത്. അത് ആ ധ്യാനത്തിലേക്ക് ഈശോനെ കൂട്ടിക്കൊണ്ട് വരികയും അവിടെ വെച്ച് പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും, അതുപോലെ നമ്മൾ കോളേജസിൽ പോയി പ്രോഗ്രാം ചെയ്യുക, ഇന്നേ വരെ ശുശ്രൂഷയോ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പാടാത്തതായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒത്തിരി മേഖലകളിലേക്ക് ഈശോ എന്നെ കൊണ്ടുപോവുകയും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടാൻ, ഈശോയുടെ ഒപ്പം നടക്കാൻ, ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ ഒത്തിരി അനുഗ്രഹം ലഭിച്ചു. പിന്നെയാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്തത് വഴിയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ പല പാകപ്പിഴകളും അല്ലെങ്കിൽ ചാവല്യതകളൊക്കെ ഈശോ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറപ്പാട് 25:23 പറയുന്നത് പോലെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക, അപ്പോൾ ഞാൻ നിന്റെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉള്ള എല്ലാ രോഗങ്ങളും ഞാൻ എടുത്തു മാറ്റും, ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിലുണ്ടാവുകയില്ല. അങ്ങനെ ഈശോ ശരിക്കും വിളിച്ച് വിശദീകരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അപകർഷതാബോധം അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു ചിന്ത, അതെന്നെ ഈശോ എടുത്തു മാറ്റി. പല പ്രാവശ്യം പല ആളുകളുടെ അടുത്തും പല വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ പോലും ഈശോ എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ശുശ്രൂഷ ചെയ്യിപ്പിക്കാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഈശോ നയിച്ചിട്ടുണ്ട്. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻജിനീയറിംഗ് പഠനം 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിലും എനിക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ തിരിച്ച് മഹാരാഷ്ട്രയിൽ പോയി പരീക്ഷ എഴുതിയപ്പോഴും ഒത്തിരി ഫ്രണ്ട്സിന് ഇതുപോലെ പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുമിച്ച് എഴുതിയെങ്കിലും എനിക്ക് മിക്ക എക്സാംസും 3/4 മണിക്കൂർ, അരമണിക്കൂർ കൊണ്ട്, 3 മണിക്കൂറിൻ്റെ എക്സാം അരമണിക്കൂർ, 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ എക്സാം എഴുതി തിരിച്ചിറങ്ങി. ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് എക്സാം അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെക്കാൾ നല്ല മാർക്കോ അല്ലെങ്കിൽ ഞാൻ എല്ലാ സബ്ജക്റ്റിനും പാസ്സാവുകയും അങ്ങനെ അത് ശരിക്കും കർത്താവിൻ്റെ കൃപയാണ് അത് പ്രവർത്തിച്ചത്. എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ എഴുതേണ്ടത് പോലും എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ബുദ്ധി വെച്ച്, ഇൻ്റലക്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാ പരീക്ഷയിലും എൻ്റെ മുഴുവൻ സമയമെടുത്തും പരീക്ഷ എഴുതിയ എൻ്റെ ഫ്രണ്ട്സ് പോലും പല പരീക്ഷയിലും പരാജയപ്പെട്ടപ്പോൾ എല്ലാ പരീക്ഷയിലും ഈശോ എനിക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ എൻജിനീയറിംഗ് പാസ്സായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ MBA ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ദുഷിച്ച സ്വഭാവങ്ങൾ അത് ഈശോ എടുത്ത് മാറ്റി. പ്രത്യേകിച്ച് ഹോസ്റ്റൽ ലൈഫിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മൾ വ്യാപരിക്കുമ്പോൾ ഒത്തിരി തിന്മയുടേതായ സാഹചര്യങ്ങളൊക്കെ നമ്മളെ പെട്ടുപോകാറുണ്ട്. പ്രത്യേകിച്ച് അശുദ്ധഭാവം, അശുദ്ധി കാണുന്നത് സംഭവങ്ങൾ, അതൊക്കെ എൻ്റെയും ജീവിതത്തിൽ ഒത്തിരി വന്നിട്ടുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ ഒത്തിരി അലട്ടിയിരുന്നു. പക്ഷേ അതൊക്കെ ഈ അബൈഡ് ധ്യാനം കൂടുക വഴിയും ശുശ്രൂഷകളിൽ വ്യാപരിക്കുക വഴിയും ഈശോ അതിൽ നിന്ന് തന്നെ പരിപൂർണമായിട്ട് ഈശോ എനിക്ക് മുക്തി നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോ അതും വലിയ ദൈവകൃപയാൽ റോമ 8:28 പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കാക്കി മാറ്റി തീർക്കുമെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഈശോ എനിക്ക് ഓവർബ്രൂക്ക് ടെക്നോളജി സർവീസസ് എന്ന് പറഞ്ഞ ഒരു IT കമ്പനിയിൽ ഇപ്പം കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഏറ്റവും ബെസ്റ്റ് കമ്പനിക്കുള്ള അവാർഡ്, വജ്ര അവാർഡ് ലഭിച്ച IT കമ്പനിയായ ഓവർബ്രൂക്ക് ടെക്നോളജി സർവീസസിൽ എനിക്കൊരു ജോലി തന്ന ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പം 1 വർഷത്തിന് മേലെയായി ഞാൻ അവിടെ ജോലിയും ചെയ്യുന്നു.
ഇവിടെ അബൈഡ് ശുശ്രൂഷകളിൽ ഒപ്പം വ്യാപരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകളിലൂടെയും ജോലിയിലൂടെയൊക്കെ ഈശോയുടെ ഒപ്പം സ്നേഹിച്ച് ഈശോയുടെ ഒപ്പം നടക്കാനുള്ള ഒരു വലിയ കൃപ ദൈവം എനിക്ക് തന്നു. 1 കൊറിന്തോസ് 15:10 പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്.